മുട്ടയിട്ട് അതിനടയിരുന്ന് ഈ കുഞ്ഞുങ്ങൾ മുട്ട വിരിയുന്നത് വരെ കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്ന പെൺകിളിക്ക്, ഇണക്കിളിക്ക് വേണ്ട ആഹാരം അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കുന്ന ഉത്തരവാദിത്വം ഈ ആൺവേഴാമ്പലിൽ നിക്ഷിപ്തമാണ്. അത് വളരെ മനോഹരമായത് ചെയ്യും. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആഹാരം തേടിപ്പോകുന്നതിന്റെ ഇടയിൽ ഈ ആൺവേഴാമ്പൽ കൊല്ലപ്പെട്ടാൽ, അതിന് ജീവഹാനി സംഭവിച്ചാൽ, ഇതറിയാതെ ഈ പെൺവേഴാമ്പൽ കൂടിന്റെ ഉള്ളിൽ പുറത്തു വരാതെ അത് പട്ടിണിയിരുന്ന് ആ കൂട്ടിൽ അതിന്റെ ജീവൻ ഹോമിക്കുവാനിടയായി തീരും. ബന്ധങ്ങളുടെ മാഹാത്മ്യം ഒരു സമൂഹത്തെ ഈ പൈതൃകമായി സ്വീകരിച്ചിരിക്കുന്ന കിളിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. വേഴാമ്പലിനെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായി തിരഞ്ഞെടുത്തവരുടെ ഉള്ളിൽ അവരെ ചിന്തിപ്പിച്ചത് ബന്ധങ്ങളുടെ ഊഷ്മളത ഈ കിളിയുടെ ജീവിത ശൈലിയിൽ നിന്നും സമൂഹം മനസ്സിലാക്കണമെന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, പൗരന്മാരെ സൃഷ്ടിക്കുന്നത് കുടുംബങ്ങളാണ്. കുടുംബങ്ങളുടെ ഉള്ളിൽ മൂല്യച്യുതി സംഭവിക്കുമ്പോൾ അതിൽ വളർന്നു വരുന്ന തലമുറകളും മൂല്യങ്ങളില്ലാത്തവരായി പോകും. വിശുദ്ധ ബൈബിളിന്റെ ഏടുകളിലേക്ക് വരുമ്പോൾ കുടുംബം എന്ന വ്യവസ്ഥിതി മനുഷ്യന്റെ കണ്ടെത്തലല്ല, സർവശക്തനായ ദൈവത്തിന്റെ കണ്ടെത്തലാണെന്ന് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറയുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം മനുഷ്യന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുടുംബം എന്ന വ്യവസ്ഥിതി ഈ ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ കുടുംബത്തിന്റെ ഉപജ്ഞാതാവായിരിക്കുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ വലിയ ദർശനം എന്ന് പറയുന്നത് മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ കടന്നു പോകണമെന്നാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ ദുരന്തമായി മനുഷ്യനിലേക്ക് തിന്മ പ്രവേശിക്കുകയാണ്. ദൈവത്തെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആരാധിച്ചും ജീവിച്ച മനുഷ്യൻ അവനിലേക്ക് പാപം എന്ന ആ പൈശാചികമായിരിക്കുന്ന അവസ്ഥ പ്രവേശിച്ചതോടുകൂടെ മനുഷ്യന്റെ ആത്മീകവും ധാർമ്മികവും ശാരീരികവും മാനസികവുമായ എല്ലാ സന്തോഷവും ക്ഷേമവും ഐശ്വര്യവും നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് മനുഷ്യനിൽ വെളിപ്പെടുന്ന സകല മൂല്യച്യുതികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്തത്തിൽ മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. പാപത്തിന്റെ ഭീകരമായിരിക്കുന്ന അവസ്ഥ വിശുദ്ധ ബൈബിൾ മനുഷ്യന് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന തിന്മയുടെ ഭീകരമായ അവസ്ഥ? വിശുദ്ധ ബൈബിൾ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഏതർത്ഥത്തിലാകട്ടെ വിലയിരുത്തുകയും ചെയ്യുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമാലേഖനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് പുതിയ നിയമത്തിൽ. അതിന്റെ 7-ാമത്തെ അധ്യായം എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം വായിച്ചാൽ, അത് വായിക്കുന്ന ഞാനും നിങ്ങളും അല്ലെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരും സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ അവർ നേരിടുന്ന അവരുടെ ഉള്ളിലെ ആന്തരികമായ സംഘർഷത്തെ കുറിച്ച് വ്യക്തമായ അവബോധം നമുക്ക് തരും. മനുഷ്യൻ നേരിടുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം വ്യക്തികളുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ള സത്യം എപ്പോഴൊരു മനുഷ്യൻ തിരിച്ചറിയുന്നുവോ അവിടെ മാത്രമേ മനുഷ്യൻ മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ നീരാളി പിടുത്തത്തിൽ നിന്നും അവന് പുറത്തു വരുവാൻ കഴിയുകയുള്ളൂ. മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും മനുഷ്യനെ നയിക്കുന്നത് ഒരിക്കലും അവന്റെ കൂട്ടുകെട്ടുകളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ചില ഒരു നിശ്ചിത പരിധിയിൽ അതിനൊരു കാരണമായി തീരാണെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യനെ ഈ വിധത്തിലുള്ള വിപത്തിലേക്ക് നടത്തുന്നത്, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത് മനുഷ്യനിൽ തന്നെയുള്ള തിന്മയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പാപം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പാപം മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ മനസാക്ഷിയെയും മനുഷ്യന്റെ ഇച്ഛാശക്തിയെയും മനുഷ്യന്റെ വികാരങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു വിപത്ത് തന്നെയാണ്. ഇത് മദ്യത്തെക്കാൾ മയക്കുമരുന്നിനേക്കാൾ ശക്തമായ
അവസ്ഥകൾ മനുഷ്യനിൽ രൂപപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ, പണമില്ലാഞ്ഞിട്ടാണോ, നിയമസംഹിതകളില്ലാഞ്ഞിട്ടാണോ, ആധ്യാത്മികമായിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ബോധിപ്പിക്കുവാൻ ഓരോ മതത്തിനും ആധ്യാത്മിക ഗുരുക്കന്മാരില്ലാഞ്ഞിട്ടാണോ? ഇതൊക്കെയും ഉള്ള ഒരു സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യനെ ഇങ്ങനെയുള്ള മൂല്യച്യുതിയിലേക്ക് നയിക്കുന്നത് ആധ്യാത്മിക പ്രഭാഷണങ്ങളും മതബോധവും മനുഷ്യനില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ മനുഷ്യന്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന പാപം എന്ന വിപത്താണ് മനുഷ്യനെ ഇങ്ങനെയുള്ള തിന്മയിലേക്ക് നയിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് പരിഹാരം? ഇതിന് പരിഹാരം ഒറ്റയൊരു വഴി മാത്രമേ ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ളൂ. കൗൺസിലിംഗ് ക്ലാസുകൾക്ക് പോയതുകൊണ്ടോ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടോ, അതിന് വേണ്ടതായിരിക്കുന്ന മറ്റ് തീർത്ഥാടന പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടോ മനുഷ്യന്റെ രക്തത്തിൽ കുടികൊള്ളുന്ന തിന്മയെന്ന ആ മാരകമായിരിക്കുന്ന വിഷം മനുഷ്യനിൽ നിന്നും നീങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി കോടിക്കണക്കിന് പണം മുടക്കിയത് കൊണ്ടോ, എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ, ശരീരത്തെ ദണ്ഡിപ്പിച്ചത് കൊണ്ടോ, മാന്യ സഹോദര സഹോദരി, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന, മദ്യത്തിലേക്ക് നയിക്കുന്ന, ജീവിത തകർച്ചയിലേക്ക് നയിക്കുന്ന, കുടുംബ തകർച്ചയിലേക്ക് നയിക്കുന്ന, അസമാധാനത്തിലേക്ക് നയിക്കുന്ന പാപം എന്ന വിപത്ത് മനുഷ്യന്റെ രക്തത്തിൽ നിന്നും അവന്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിപത്തിൽ നിന്നും മനുഷ്യന് മോചനം നേടുവാൻ കഴിയുന്നത്? ഇതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗം ഞങ്ങൾ ഇവിടെ പറയട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിയ, ഞങ്ങളുടെ ചിന്തകൾക്ക് രൂപാന്തരം വരുത്തിയ, ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്വൈര്യത്തെ കെടുത്തിക്കൊണ്ട്, സമാധാനത്തെ കെടുത്തിക്കൊണ്ട്, പണത്തെ ചോർത്തിക്കളഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ അസമാധാനം കൊണ്ടുവന്ന് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ ഒക്കെ വലിയ തകർച്ചകൾ കൊണ്ടുവന്ന മദ്യം എന്ന ആ വലിയ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിടുതലാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് സധൈര്യം എവിടെയും വീടുതോറും കവലകൾ തോറും ഞങ്ങളെ കാണുന്ന വ്യക്തികൾ ഞങ്ങൾക്കൊരവസരം കിട്ടിയാൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനം നിറഞ്ഞ പ്രത്യാശ നിർഭരമായ ഒരു ജീവിതം നിങ്ങൾക്കും ലഭിക്കുമെന്നുള്ള ആ ധൈര്യം, ആ സത്യം ഞങ്ങൾ ധൈര്യപൂർവ്വം സമൂഹത്തോട് പറയുന്നത്. പ്രിയരെ, ഞങ്ങളിത് പറയുമ്പോ ഞങ്ങളെ കേൾക്കാനോ ഞങ്ങൾ പറയുന്നത് കേട്ട് കൈയടിക്കാനോ ആരുമില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ അറിയുന്നു. ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ജീവിതയാത്രക്കിടയിൽ അതിന്റെ ഏതെങ്കിലും ഒരു ശകലങ്ങൾ കേട്ട് ജീവിതത്തിൽ ചിന്തിക്കുകയും ജീവിതത്തിലെ ഇരുട്ട് നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നും പുറത്തു വരികയും ചെയ്ത അനേക ജീവിതങ്ങളുണ്ട്. കാരണം യേശു ക്രിസ്തുവിനെ മറ്റ് ഇതര ആധ്യാത്മിക മേഖലയിലുള്ള വ്യക്തിയെ പോലെയല്ല യേശു ക്രിസ്തു എന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. മറ്റു പലതും, പല ആശയങ്ങൾ മനുഷ്യന് തരുമ്പോൾ, പല നിർദ്ദേശങ്ങൾ മനുഷ്യന് തരുമ്പോൾ, മനുഷ്യന്റെ ജീവിതത്തിൽ അവന് രുചിച്ചറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു സത്യം എന്നുള്ളത് യേശു ക്രിസ്തു എന്ന പരമമായ നിത്യസത്യമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചപ്പോൾ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമായി തീർന്നപ്പോൾ, ഞങ്ങളുടെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട പാപം എന്ന ആ തിന്മയുടെ പിടിയിൽ നിന്നും ഞങ്ങളുടെ മനസാക്ഷിയെ, ഞങ്ങളുടെ വികാരങ്ങളെ, ഞങ്ങളുടെ ഇച്ഛാശക്തിയെ, ഞങ്ങളുടെ മനസാക്ഷിയെ മോചിപ്പിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും പ്രത്യാശയുമുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന പഴയ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ ഭയാനകമായ അവസ്ഥയിലേക്ക് പിന്നീട് തിരിഞ്ഞു പോകുവാൻ കഴിയാത്ത, അതെങ്ങനെയുള്ള വിപത്തിന്റെ മേൽ ജയം പ്രാപിച്ച ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് സ്വായത്തമായത് യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് കൊണ്ടാണ്. പ്രിയരെ, ഇന്ന് ഞങ്ങൾ പറയട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഇതിനു വേണ്ടി ചെയ്താലും, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്താലും, എന്തെല്ലാം ആധ്യാത്മികമായിരിക്കുന്ന ചിന്തകൾ കൊടുത്താലും, പാപം എന്നുള്ളത് മനുഷ്യനിൽ കുടികൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. അതിന്റെ
അത് ഉണരുമ്പോൾ, പാപം മനുഷ്യനിൽ സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ, പാപം മനുഷ്യനെ നിയന്ത്രിക്കുമ്പോൾ, അവൻ എന്ത് വേണ്ട എന്ന് പറയുന്നുവോ അതിലേക്ക് വീണ്ടും അവൻ മൂക്കുകുത്തുവാനിടയായി തീരും. ബൈബിൾ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ വെറുക്കുന്ന തിന്മ പ്രവർത്തിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, താങ്കൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നയാളാകട്ടെ, താങ്കളുടെ ഉള്ളിൽ താങ്കൾ അനുഭവിക്കുന്നതും ഈ പ്രതിസന്ധിയാണ്. നല്ല വാക്കുകൾ പറയണം, നല്ല ചിന്തകൾ ഉണ്ടാകണം, മദ്യത്തിൽ നിന്ന് പുറത്തു വരണം. ഇത് ആരോഗ്യത്തെ കെടുത്തുന്നതാണ്, ഇതെന്റെ സമ്പത്തിനെ കൊള്ളയടിക്കുന്നതാണ്, എന്റെ കുടുംബത്തിന് ഇത് യോജിച്ചതല്ല എന്നൊക്കെ ഉള്ളിൽ ബോധമുള്ളപ്പോൾ തന്നെ ഈ തിരിച്ചറിവിനെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ വീണ്ടും ഇങ്ങനെയുള്ള തെറ്റായ അവസ്ഥയിലേക്ക് കൂച്ചിക്കെട്ടിക്കൊണ്ടുപോകുന്ന പാപമെന്ന യാഥാർത്ഥ്യം, അതിൽ നിന്ന് പുറത്തു വരുവാൻ താങ്കളുടെ ഇച്ഛാശക്തി കൊണ്ടോ, താങ്കളുടെ അറിവ് കൊണ്ടോ, താങ്കളുടെ എന്തെങ്കിലും ആധ്യാത്മിക പ്രവൃത്തി കൊണ്ടോ കഴിയാതിരിക്കുമ്പോൾ, പാപത്തെ ജയിച്ച ഒരേ ഒരുവനെ ഈ ഉലകത്തിനുള്ളൂ. അത് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് 33.5 തിരുവയസ്സ് ജീവിച്ച് പാപത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു, പാപത്തെ ജയിച്ച യേശു ക്രിസ്തുവിന് പാപമെന്ന ആ യാഥാർത്ഥ്യത്തിൽ നിന്നും സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ജാതി മത ഭേദമന്യേ എല്ലാവരെയും രക്ഷിക്കുവാൻ കഴിയും. ആ പരമമായ സത്യമാണ് എന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയത്. അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നും നമ്മുടെ തലമുറകളെ ബാധിച്ച് അവരെ ശിക്ഷണ നടപടിയിലൂടെ വിട്ടാലും, അവരെ ജയിലുകളിൽ അടച്ചാലും, അവർ പുറത്തിറങ്ങിയാൽ ഇത് തന്നെ ചെയ്യും. കാരണം പാപമാണ് മനുഷ്യനെ സകല തിന്മയിലേക്ക് നടത്തുന്നത്. പാപത്തിന്റെ പരിഹാരം എവിടെ? പാപത്തിന്റെ പരിഹാരം കണ്ടെത്തുവാൻ ഒരേ ഒരു വ്യക്തി, അത് യേശു ക്രിസ്തു മാത്രമാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആരെങ്കിലും ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളെ കൊണ്ടു നടന്ന്, അല്ല, പാപം നിങ്ങളെ കൊണ്ടു നടന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ താൻ സഞ്ചരിക്കുന്ന കുതിരയെ കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ വിദ്യാഭ്യാസവും അറിവും സൗന്ദര്യവും ഒക്കെയുള്ള നിങ്ങളെ, നല്ല വിദ്യാഭ്യാസമുള്ള നിങ്ങളെ, നിങ്ങളിൽ വസിച്ചുകൊണ്ട് കുതിരയുടെ കടിഞ്ഞാൻ കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തി നിയന്ത്രിക്കുന്നത് പോലെ പാപം നിങ്ങളിൽ കുടികൊണ്ട് നിങ്ങളാകുന്ന വ്യക്തിയെ നിയന്ത്രിച്ച് നിങ്ങളുടെ ജീവിതത്തെ നാശകരമായ നിത്യനരകമെന്ന അനുഭവത്തിലൂടെ അസമാധാനത്തിലേക്ക് നിങ്ങളുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നടത്തുമ്പോൾ, ഞങ്ങൾ ഇന്ന് ഇവിടെ സധൈര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ യേശു ക്രിസ്തു എന്ന കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടോ? പാപം നിങ്ങളുടെ കടിഞ്ഞാൻ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമാധാനം അനുഭവിക്കത്തില്ല, സ്വസ്ഥത അനുഭവിക്കത്തില്ല, നിങ്ങളുടെ കുടുംബം തകരും, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടും. നമുക്കെല്ലാം അറിയാം, മദ്യത്തിന്റെയും സിഗരറ്റ് പാക്കറ്റിന്റെ ഒക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പിന്റെ ഗൗരവം എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? മദ്യപിക്കുന്ന ഒരു വ്യക്തി കരൾ രോഗിയായി തീർന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ, ആരോഗ്യം ക്ഷയിക്കുന്ന അവസ്ഥ, ദഹന പ്രക്രിയ നഷ്ടപ്പെട്ടു, ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ശരീരം ക്ഷയിക്കാൻ തുടങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, താങ്കളുടെ കരളിന്റെ പ്രവർത്തനം ഏകദേശം തീർന്നു കഴിഞ്ഞു, താങ്കളുടെ ജീവിതം എണ്ണപ്പെട്ട് കഴിഞ്ഞു, താങ്കൾ മരിച്ചു പോകും, വൈദ്യശാസ്ത്രത്തിൽ താങ്കൾക്ക് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. ഈ സത്യം ഡോക്ടർ പറയുമ്പോഴാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ള ആ നിയമത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. എന്റെ മുൻപിലുള്ള ജീവിതം ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞു. ചുറ്റുപാടിനെ കുറിച്ച് നോക്കുകയാണ്. വീട് പണിതിട്ടില്ല, വീട് പണിയുവാനെടുത്ത ലോണ് ബാങ്കിൽ ബാധ്യത, കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അവർക്കൊരു ജോലിയില്ല, ഭാര്യയ്ക്ക്
നിശ്ചിത വരുമാനമുള്ള ഒരു ജോലിയില്ല. അപ്പോൾ ചുറ്റുപാടിലേക്ക് യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കൊടിയ നിരാശ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും? എന്റെ കടഭാരം എങ്ങനെ വെട്ടിത്തീർക്കും? എന്റെ ഭാര്യ എങ്ങനെ ഈ കുടുംബത്തെ പുലർത്തും? ഇങ്ങനെയുള്ള പരമാർത്ഥമായ യാഥാർത്ഥ്യങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ പ്രത്യാശയില്ലാത്ത മനുഷ്യൻ നിരാശയിലൂടെ അവന്റെ തുടർന്നുള്ള ജീവിതം എണ്ണി തീർത്ത് നരകതുല്യമായി സ്വസ്ഥതയില്ലാത്തൊരു ജീവിതത്തിലൂടെ മുൻപോട്ട് പോയി ഒരു ദിവസം കൊടുത്ത കഠിനമായ നിരാശയിലൂടെ ഈ മനുഷ്യൻ മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയ സഹോദര, ഈ ഭയാനകമായിരിക്കുന്ന ഒരു ജീവിതമാണോ താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ താങ്കൾക്ക് മുന്നോട്ട് പോകാം. അല്ല, ജീവിതത്തിൽ ഒരു തിരുത്തൽ ആവശ്യമാണോ? മദ്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിന് ഒരു വിടുതൽ ആവശ്യമാണോ? തകർന്ന കുടുംബജീവിതം പണിയണമെന്ന് ആഗ്രഹം പ്രിയ സഹോദര സഹോദരി താങ്കൾക്കുണ്ടോ? താങ്കളെ സഹായിക്കാൻ ഈ ഉലകത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിന് താങ്കളുടെ ജീവിതം കൊടുക്കുവാൻ മനസ്സുണ്ടോ? ആരും താങ്കളെ പ്രേരിപ്പിക്കേണ്ട. ഞങ്ങൾ ആ പരമയാഥാർത്ഥ്യം പറയുകയാണ്. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ജീവിതം യേശു ക്രിസ്തുവിന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ യേശു ക്രിസ്തുവിന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് എനിക്ക് 47 വയസ്സുണ്ട്. എന്റെ 24 വയസ്സ് ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായ, സമാധാനമുള്ള, സന്തോഷമുള്ള, പ്രത്യാശയുള്ള ഒരു ജീവിതം ഞാൻ അനുഭവിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു കാലത്ത് ഞാനും ഇങ്ങനെയുള്ള മദ്യത്തിന്റെ അടിമത്വത്തിൽ അതിന്റെ സുഖങ്ങളിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. നിരാശ കൊണ്ട് നിറഞ്ഞൊരു ജീവിതം എനിക്കുണ്ടായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തെ, എന്റെ സ്വഭാവത്തെ, എന്റെ ജീവിത ശൈലിയെ, എന്റെ ചിന്തയെ, എന്റെ കാഴ്ചപ്പാടിനെ യേശു ക്രിസ്തു മാറ്റിമറിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ സധൈര്യം നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ നിരാശയാണോ? പെറ്റു വളർത്തിയ മകനെ കുറിച്ചുള്ള നിരാശയിലാണോ പ്രിയ സഹോദര സഹോദരി നിങ്ങളായിരിക്കുന്നത്? നിങ്ങൾ അവർക്ക് വേണ്ടി വീട് സമ്പാദിച്ചു, പണം സമ്പാദിച്ചു, നല്ല വീട് കൊടുത്തു. എന്നാൽ അവരുടെ ജീവിതത്തിന് ഒരു മാതൃകാ പുരുഷനെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ? ഞങ്ങൾ പറയട്ടെ, യേശു ക്രിസ്തു ജീവിതത്തിന് അർത്ഥം തരുന്നവനാണ്. ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ കൊടുത്താൽ യേശു നിങ്ങളുടെ ജീവിതത്തെ പണിയും. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ആന്തരികമായ സമാധാനവും ആരോഗ്യവും. മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിലേ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ട് ഗുണമുള്ളൂ. എപ്പോൾ മനസ്സിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നുവോ അപ്പോൾ മാനസികമായി നമ്മൾ രോഗിയായി തീരുകയാ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എന്ന വ്യക്തിത്വത്തിന് ശാരീരികവും മാനസികവും ആധ്യാത്മികവും ഭൗതികവുമായ ആരോഗ്യം തന്ന്, നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം തന്ന്, ലക്ഷ്യബോധം തന്ന്, സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ള, മരണത്തിനപ്പുറം പ്രത്യാശയുള്ള ജീവിതം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. മദ്യം നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ, മയക്കുമരുന്ന് നിങ്ങളെ നിത്യമരണത്തിലേക്ക് നയിക്കുമ്പോൾ, സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. യേശു ക്രിസ്തുവിൽ കൂടെ പാപമോചനത്തിലൂടെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. അതിന്റെ ജീവിക്കുന്ന സാക്ഷികളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജംഗ്ഷനിലെ ഞങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കൂ, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. ആ ഭാഗ്യകരമായ ജീവിതത്തിലേക്ക് മാന്യ ശ്രോതാക്കളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ